നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ കൂടൊരുക്കി മുട്ടയിട്ട് അമ്മക്കിളികൾ. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. കുഴൂർ നാരായണമാരാരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ശതനാരായണം മൂന്നാം ഘട്ടത്തിലേക്ക്. തിരുച്ചിറപ്പള്ളി NITയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകൾ, പാതിരാ കുർബാന, പ്രദക്ഷിണം എന്നിവ നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി റവറന്റ് ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ഡീക്കൻ ആൽജിൻ പള്ളിവാതുക്കൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്മസിനെ വരവേറ്റ് ജോയ് വീട്ടിലൊരുക്കിയ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ 2 കുടുംബങ്ങൾ നേരത്തെ ഇടം പിടിച്ചു. ഉണ്ണിയേശു പിറന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങാൻ 2 അമ്മക്കിളികളാണ് കൂടൊരുക്കി കാത്തിരിക്കുന്നത്. ഈ മാസം 1-നാണ് അച്ചാണ്ടി ജോയ് വീടിന്റെ ഇറയത്ത് 6 അടി ഉയരമുള്ള പ്ലാസ്റ്റിക് ട്രീ ഒരുക്കിയത്. ട്രീ വച്ചതിന്റെ പിറ്റേന്ന് അടയ്ക്കാക്കിളികൾ ആദ്യം വിരുന്നെത്തി കൂടുകൂട്ടി. ഇതിനു പുറകെ തൊപ്പിക്കിളികളും എത്തി കൂടൊരുക്കി മുട്ടയിട്ടു. ഇതിനിടയിൽ ജോയ് ട്രീയിൽ വച്ചിരുന്ന ബൾബുകൾ കിളികൾ കൊത്തി നശിപ്പിച്ചു. രാത്രി ബൾബുകൾ പ്രകാശിക്കുന്നത് കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നിയതോടെ ഇത് ഓൺ ചെയ്യാതെയായി. അടയ്ക്കാക്കിളികൾ 2 മുട്ടകൾക്ക് അടയിരിക്കുകയാണ് പതിവ്. തൊപ്പിക്കിളിയിൽ പെൺകിളി മാത്രമാണ് അടയിരിക്കുന്നത്. ആൺകിളി ചുറ്റുവട്ടത്തുള്ള മറ്റു മരങ്ങളിൽ കാവലിരിക്കുകയാണ് പതിവെന്ന് ജോയ് പറയുന്നു. നമ്മളെല്ലാം കൊല്ലം ഈ പറഞ്ഞ പോലെ പുൽക്കൂടും ഈ ട്രീയും വെക്കുന്നതാണ് എല്ലാം ക്രിസ്മസിന്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ട്രീ വെച്ചപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രീ ആണ്. ആദ്യം ഈ പറഞ്ഞ പോലെ അടയ്ക്കക്കിളിയാണ് ആദ്യം കൂട്ട് കൂട്ടിയത്. 1-ാം തീയതി നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചത്. 2-ാം തീയതി മുതൽ അടയ്ക്കക്കിളി കൂട് കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ തൊപ്പിക്കിളി എന്ന് പറഞ്ഞ കിളി കൂട് കൂട്ടി. അത് 5-ാം തീയതി 6-ാം തീയതി കൂട് കൂട്ടി. ഇപ്പോൾ കൂട് കൂട്ടി മുട്ടിട്ടു. 2-ൽ മുട്ടുണ്ട്. ഇത് ഏകദേശം ബിരിയാറായിട്ടുണ്ടെന്ന് തോന്നണം. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ വെച്ചപ്പോൾ തന്നെ ഫുള്ളും മാലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കിളികൾ വന്ന് അത് ആകെ കൊത്തി നശിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൂട് കൂടട്ടെ, കിളി എന്തെങ്കിലും ഒരു കൂട് കൂട്ടി മുട്ട ഇട്ടത് നൽകിയപ്പോൾ നമ്മൾ പിന്നെ ലൈറ്റൊന്നും ഉണ്ടാവില്ല. വീടിനോട് ചേർന്ന് ലെയ്ത്ത് യൂണിറ്റ് നടത്തുന്ന ജോയിയും കുട്ടികളെ നിരീക്ഷിക്കാൻ പലപ്പോഴും വീട്ടുമുറ്റത്തുണ്ടാകും. അതുകൊണ്ടാണ് ഇവരുടെ ചേഷ്ടകളും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കിളിക്കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കമുറ്റും വരെ ട്രീ ഇവിടെ നിന്നും മാറ്റില്ലെന്നും ജോയ് പറഞ്ഞു. പുതുവർഷം പിറക്കും മുൻപേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമെന്നാണ് പ്രതീക്ഷ. കൊടകര പുത്തുക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പൂജിച്ചു നൽകിയ കൊടി താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ ഏറ്റുവാങ്ങി. തുടർന്ന് പാരമ്പര്യ തച്ചൻ സുധീഷ് നാരായണൻ തയ്യാറാക്കിയ കൊടിമരത്തിൽ ചാർത്തി താലപ്പൊലി നടത്തുന്ന ഊഴക്കാരായ അഴകം വല്ലപ്പാടി ദേശക്കാരും ഭക്തജനങ്ങളും ചേർന്ന് കൊടിമരം ഉയർത്തി. തുടർന്ന് താലപ്പൊലിയുടെ നോട്ടീസ് പ്രകാശനവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, കൺവീനർ AK പ്രേമൻ, കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ തൃക്കാശ്ശേരി, സുനിൽകുമാർ മണ്ണാഞ്ചേരി, ബിനോദ് കുറ്റിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന നിലയിലും പുത്തുക്കാവ് ദേവി എല്ലാ വീടുകളിലും ഈ തട്ടകത്തെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി
എല്ലാവരെയും പുത്തുകാവിലേക്ക് താലപ്പൊലി ദിവസം കൊണ്ടുവന്ന് അതിഗംഭീരമായ രീതിയിലുള്ള ആഘോഷമാണ് പുത്തുകാവിൽ അന്നേ ദിവസം നടക്കുന്നത്. അതിന്റെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി 7 ആനകള്, അതിൽ പ്രമുഖൻ പാമ്പാടി രാജൻ ഭഗവതിയുടെ തിടമ്പ് ഏൽക്കുന്നതും, അതേമാതിരി തന്നെ മേളം, സർവശ്രീ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മേളം നടക്കുന്നു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പഞ്ചവാദ്യ കലാകാരൻ കുഴൂർ നാരായണമാരാരുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ശതനാരായണം 3ാം ഘട്ടത്തിലേക്ക് ചെറ്റാരിക്കൽ ക്ഷേത്രോപദേശക സമിതിയുടെ സഹകരണത്തോടെയാണ് വേദി സംഘടിപ്പിച്ചത്. ക്ഷേത്രകലയ്ക്കായി ജീവിതം സമർപ്പിച്ച 2 പേരെ ആദരിച്ചു. ക്ഷേത്ര അടിയന്തിരം, മുടിയേറ്റ്, കളമെഴുത്തുപാട്ട് തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വാരനാട്ട് ശങ്കരനാരായണക്കുറുപ്പ്, കിഴക്കേ വാരനാട്ട് നാരായണക്കുറുപ്പ് എന്നിവരെയാണ് ശതനാരായണത്തിന്റെ ഭാഗമായി ആദരിച്ചത്. ആദരവ് സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നടത്തി. പാമ്പുമേക്കാട്ടുമന ജാതവേദൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലത്ത്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് MG സുരേഷ് കുമാർ, ഗായിക മിൻമിനി, പഞ്ചായത്ത് അംഗം PG സത്യപാലൻ, മധു വാരനാട്ട്, കൊരട്ടി രാമൻ, സൈബിൻ തിരുനാരായണപുരം തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കലാകാരൻ കണ്ണൻ G നാഥ് അവതരിപ്പിച്ച ഭക്തി സംഗീത നിശ്ചയം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ എത്തിച്ച മഹത് വ്യക്തിത്വം, മഹത് കലാകാരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നൂറുകണക്ക് അമ്പലങ്ങളിലും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാരുമൊക്കെയുള്ള ഒരു മഹാനായ കലാകാരൻ, രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചൊരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ നിഷ്കാമമായ അദ്ദേഹത്തിൻ്റെ കലയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം നമുക്ക് എല്ലാവർക്കും കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള കുറേ ആളുകളൊക്കെ ഇവിടെയുണ്ട്. തിരുച്ചിറപ്പള്ളി NITയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. ഇരിഞ്ഞാലക്കുട കാർളം വെള്ളാനി സ്വദേശിനി ഊരാളത്ത് ധനവർദ്ധൻ രതി ദമ്പതികളുടെ മകളാണ് UD രമ്യ. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് MSc ഫിസിക്സിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ രമ്യ ഇപ്പോൾ തിരുച്ചിറപ്പള്ളി NITയിൽ നിന്ന് ഫിസിക്സിൽ PhD നേടിയിരിക്കുകയാണ്. നിലവിൽ കൽപ്പകം ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്ററിൽ റിസർച്ച് അസോസിയേറ്റായി ജോലി ചെയ്യുകയാണ്. രമ്യയെ മന്ത്രി ഡോക്ടർ R ബിന്ദു അഭിനന്ദിച്ചു. വാർഡ് അംഗം ജ്യോതി പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഹരിദാസ് പട്ടത്ത്, വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ദീപക്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയപ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോളേജിൽ നിന്ന് MSc റാങ്ക് നേടിയതിനു ശേഷം ട്രിച്ചി NITയിൽ നിന്ന് ഫിസിക്സിൽ PhD നേടിയിരിക്കുകയാണ്. വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടമാണ് ഈ കുട്ടി ആർജിച്ചിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. ഇനിയൊരു ഇടവേള.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ കൂടൊരുക്കി മുട്ടയിട്ട് അമ്മക്കിളികൾ. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. കുഴൂർ നാരായണമാരാരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ശതനാരായണം 3-ാം ഘട്ടത്തിലേക്ക്. തിരുച്ചിറപ്പള്ളി NIT-യിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രമ്യയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു വസതിയിലെത്തി ആദരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.